കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. കുറെ സമയമായിട്ട് ശ്രീകാന്തിന് വർഷ ഫോൺ വിളിച്ചോണ്ടിരിക്കുകയാണ്. പക്ഷേങ്കിൽ ശ്രീകാന്ത് ഫോൺ എടുക്കാനായിട്ട് കൂട്ടാക്കില്ല. ഈ സമയത്ത് വർഷയ്ക്ക് മനസ്സിലായി മനഃപൂർവ്വം ശ്രീകാന്ത് ഫോൺ എടുക്കാതിരിക്കുന്ന. അങ്ങനെ അങ്ങ് വിട്ടിട്ട് കാര്യമില്ലല്ലോ. പിന്നീട് നേരെ എന്ത് ചെയ്യുവാണ്, രേവതിയുടെ നമ്പറിലേക്ക് വർഷ വിളിക്കുകയാണ്. ഈ സമയം രേവതി അടുക്കള ജോലി ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. വർഷയുടെ കോള് കണ്ട് പെട്ടെന്ന് ചാടിയെടുത്ത്, എന്തൊക്കെയുണ്ട് വർഷ വിശേഷങ്ങൾ നോക്കുക. അല്ല ചേച്ചിക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇവിടെ സുഖമായിട്ടിരിക്കുന്ന പറയാം. അല്ല ഇപ്പൊ സച്ചേട്ടൻ വല്ല പ്രശ്നമുണ്ടോ? ഇടയ്ക്ക് എന്നോട് ശ്രീകാന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചിയായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴങ്ങനെ കുഴപ്പങ്ങളൊന്നും ഇല്ലാന്ന് പറയണം. ഇപ്പൊ എന്നോട് ഭയങ്കര സ്നേഹമാന്ന് പറയണം. അല്ല എന്തു പറ്റി ഈ സമയത്ത് വിളിക്കാനായിട്ട്? ഇല്ല ഞാൻ വെറുതെ വിളിച്ചാന്ന് പറയാം. ഫുഡ് കഴിച്ചോന്ന് ചോദിച്ചു. ഫുഡൊന്നും കഴിച്ചില്ല ചേച്ചി, ഇനി വേണം കഴിക്കാനായിട്ട്. ശ്രീകാന്ത് ജോലി ചെയ്യുന്ന റെസ്റ്റോറൻറ്റിലേക്ക് പോകണം. അവിടെ ചെന്നിട്ട് വേണം ഓർഡർ കൊടുത്ത് എന്തെങ്കിലും വാങ്ങി കഴിക്കാനെന്ന് പറയാം. അങ്ങനെയാണല്ലേ. പക്ഷെ ശ്രീകാന്ത് ഇന്ന് പോയിട്ടില്ലോ എന്ന് പറയാം. പോയില്ലേ? ദേ അവനിവിടെ ഉണ്ടെന്ന് പറയാം. അങ്ങനെ അപ്പൊ ഇന്ന് മിക്കവാറും ഞാൻ പട്ടിണി ആയിരിക്കും എന്ന് പറയാം. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് തരാന്ന് പറയാണ്. വേണ്ട വേണ്ട, അത് ചേച്ചിക്ക് ബുദ്ധിമുട്ടാവുമെന്ന് പറയാം. വേണ്ട ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് തരാം. അന്നെന്താളും ചേച്ചി ഉണ്ടാക്കിക്കൊണ്ട് ആ ചിക്കനൊക്കെ ഉണ്ടല്ലോ, എന്ത് ടേസ്റ്റ് ആയിരുന്നു കൂട്ടാനായിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറയാം. പെട്ടെന്ന് രേവതി ആണോ, അന്നാ ഇന്ന് അങ്ങനെ തന്നെ ഞാൻ ചിക്കനൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരാന്ന് പറയാം. വേണ്ട ചേച്ചിക്ക് അത് ബുദ്ധിമുട്ടാവൂലേ? എനിക്കെന്ത് ബുദ്ധിമുട്ടിരിക്കുന്നു? അല്ല ചേച്ചി അത് ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? ചേച്ചി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചിക്ക് അത് ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ? അതെങ്ങനെ ചേച്ചി കൊണ്ടുവരുന്നേ? ഇനി ചേച്ചിക്ക് വഴി അറിയാമെന്ന് ചോദിക്കും. അതിനെന്താ, ഞാൻ ബസ്സിന് കയറി വന്നോളാന്ന് പറയണം. ബസ്സിനൊക്കെ കയറി വരുന്ന ബുദ്ധിമുട്ടല്ലേ? ഒരു കാര്യം ചെയ്യാം, ശ്രീകാന്ത് അവിടെ ഉണ്ടല്ലോ, ശ്രീകാന്തിനെ കൂട്ടിക്കൊണ്ട് ചേച്ചി ഇങ്ങോട്ട് പോരാൻ പറയണം. വർഷയുടെ ഉദ്ദേശം അത് തന്നെയായിരുന്നു, ശ്രീകാന്തിനെ ഒന്ന് കാണണം. എന്താ പ്രശ്നമെന്ന് ചോദിക്കണമല്ലോ. വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഈ സമയം രേവതി അത് ശരിയാ, നല്ല ഐഡിയ, ഞാൻ ശ്രീകാന്തിനെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വരാമെന്ന് പറയാം. പിന്നീട് രേവതി അടുക്കളയിൽ പോയി വർഷയ്ക്ക് കൊണ്ടുപോകാനുള്ള ഫുഡൊക്കെ റെഡിയാക്കുവാണ്. അതിനുശേഷം ഫുഡൊക്കെ പാക്ക് ചെയ്ത് നേരെ ഹാളിലേക്ക് വരുമ്പോൾ ശ്രീകാന്ത് പുറത്തേക്ക് പോകാൻ റെഡിയാവുമായിരുന്നു. അല്ല ശ്രീകാന്ത് നീ എങ്ങോട്ടാന്ന് ചോദിക്കാം. ഞാൻ റെസ്റ്റോറൻറ്റ് വരെ പോവാം. അതെ ഞാനും വരുന്നുണ്ടെന്ന് പറയണം. എങ്ങോട്ടാ? അല്ല ഏട്ടത്തി ഇത് എങ്ങോട്ടാ പോണെന്ന് ചോദിക്കണം. അതെ എനിക്ക് ആ വർഷയുടെ അടുത്ത് വരെ പോണെന്ന് പറയാം. വർഷയുടെ അടുത്തേക്കാം? എന്തിനിപ്പോൾ അവളുടെ അടുത്ത് പോന്നെ? അതെ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവൾ പട്ടിണിയാ, ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല. അപ്പൊ അവൾക്ക് കൊണ്ടേ കൊടുക്കാനെന്ന് പറയാം. അതെ ചേച്ചിക്ക് വേറെ പണിയൊന്നും ഇല്ലേന്ന് ചോദിക്കും. അതെന്താടാ, നമുക്കൊരാവശ്യം വന്നപ്പോൾ നമ്മളെ സഹായിച്ചല്ലേ, പോരാത്തിന് ഞാൻ ഉണ്ടാക്കുന്ന കറികളൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാന്ന് പറയാം. നീ അവിടെ നിന്ന് എന്നെ ഡ്രോപ്പ് ചെയ്താൽ മതി എന്ന് പറയാം. അതെ ഒരു കാര്യം ചെയ്യ്, സച്ചേട്ടനെ വിളിച്ചിട്ട് പോവാൻ പറയണം. ഇത് കേട്ടത് രേവതി പറഞ്ഞു, ഇനിയിപ്പൊ സച്ചേട്ടൻ വന്നിട്ട് എപ്പോഴാ പോണേ? നീ എന്നെ അവിടെ നിന്ന് കൊണ്ടുവിട്ടാൽ മാത്രം മതി എന്ന് പറയണം. അവസാനം ശ്രീകാന്തിനെ സമ്മതിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ ശ്രീകാന്തും രേവതിയും കൂടെ അങ്ങോട്ട് പോവാണ്. പിന്നീട് സുധി ആകപ്പാടെ തകർന്ന മനസ്സോട് വീട്ടിലേക്ക് കയറി വരുക. ആകപ്പാടെയുള്ള പ്രതീക്ഷ ശമ്പളത്തിന്റെ ബാക്കി പൈസ ചോദിച്ചാൽ കിട്ടുമെന്നായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോ അവിടെ നിന്ന് ഓടിച്ചു വിടുക ചെയ്തേ. ഇനിയിപ്പൊ എന്ത് ചെയ്യും? എങ്ങനെ പ്ലെയിൻ ടിക്കറ്റ് എടുക്കും? ശ്രുതിയോട് പറയാൻ പറ്റില്ല ജോലി ഇല്ല എന്നുള്ള കാര്യം. ആകപ്പാടെ തകർന്ന മനസ്സോടെ കയറി വരുമ്പോ ചന്ദ്രമതി പുറത്തേക്ക് പോകാനായിട്ട് ബാഗൊക്കെ എടുത്തോണ്ട് വരുന്ന കാഴ്ചയാ ശ്രുതി കാണുന്നത്. അല്ല അമ്മ ഇത് എങ്ങോട്ടാന്ന് ചോദിക്കും. അതെ എനിക്ക് ആ ബാമേനെ ഒന്ന് കാണണം. അവള് എന്നോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, അവൾക്ക് എന്തോ ഷോപ്പിംഗ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ. അല്ല നീ എന്താണ് മോനെ ഇന്ന് നേരത്തെ വന്നേ? അമ്മേ എനിക്കാണ് അവിടെ ചെന്നിട്ട് ഇരിക്കാൻ തോന്നിയില്ല. എവിടെ പോയി ഇരിക്കാനാ, എന്നും കുതും ഞാനിങ്ങനെ പാർക്കിൽ കൂടെ ഒക്കെയല്ലേ നടക്കണേ, അതുകൊണ്ട് ഞാൻ ഇന്നും കൂടെ പോന്നാന്ന് പറയാം. ഇത് കേട്ടതും ചന്ദ്രമതി മോനെ അപ്പൊ നിനക്ക് ഇന്റർവ്യൂ ഉണ്ടെന്നൊക്കെ പറഞ്ഞോ? അമ്മേ ഇന്റർവ്യൂവിനൊക്കെ പോയി, പക്ഷെ അതൊന്നും സെറ്റായില്ല എന്ന് പറയാം. മോനെ നീ ഇങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവുന്നേ? എന്തായാലും ഒരു ജോലി വേണ്ടേ? എത്ര കാലം നീ ഇങ്ങനെ കള്ളത്തരം പറഞ്ഞ് മുന്നോട്ട് നീങ്ങും? ശ്രുതി എങ്ങാനും കള്ളത്തരം കണ്ടുപിടിച്ചാൽ പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നേ. അതുകൊണ്ടാ പറഞ്ഞേ നീ എത്രയും പെടുന്നൊരു ജോലി ശരിയാക്കുക. അതിപ്പോ വലിയ സാലറി ഒന്നും വേണ്ട, ചെറിയ സാലറിക്കാണെങ്കിലും കയറ്. ഇപ്പം ശ്രുതി എങ്ങാനും കള്ളത്തരം കണ്ടുപിടിക്കുകയാണെങ്കിൽ തന്നെ പറയാലോ, അത്യാവശ്യം ജോലി ഉണ്ടെന്ന് പറയാലോ. അല്ലെങ്കിൽ പിന്നെ നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കാം. എൻ്റെ അമ്മ ഞാൻ ശ്രമിക്കാഞ്ഞിട്ടാണോ, കിട്ടാത്തോണ്ടല്ലേന്ന് ചോദിക്കാം. ശരി ശരി ഒരു കാര്യം ചെയ്യാം, ഫുഡ് അവിടെ അകത്തിരിപ്പുണ്ട്, നീ എടുത്ത് കഴിച്ചോ, ഞാൻ ഇപ്പൊ തന്നെ വരാമെന്ന് പറഞ്ഞ് ചന്ദ്രമതി അങ്ങോട്ട് പോവാണ്. ഈ സമയം ആകെപ്പാടെ തകർന്ന മനസ്സോടെ സെറ്റയിൽ ഇങ്ങനെ ചാരിക്കിടന്ന് ആലോചിക്കുവാണ് ശ്രുതി. പെട്ടെന്നാണ് ശ്രുതിയുടെ മനസ്സിലേക്ക് ആ ചിന്ത വന്നേ. അച്ഛന് പെൻഷൻ തുക കിട്ടി 1,00,000 രൂപ അലമാരിക്ക് എത്തുന്നുണ്ട്. ഒരു പക്ഷെ അതവിടെ കാണുമായിരിക്കും, അമ്മ ഇത് എടുത്ത് മാറ്റിയിട്ടുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ആ പൈസ അടിച്ചു മാറ്റുവാണെങ്കിൽ തൻ്റെ കാര്യങ്ങളൊക്കെ നടത്തും. കാരണം പ്ലെയിൻ ടിക്കറ്റ് എടുക്കാനായിട്ട് പറ്റും. ശ്രുതിയുടെ മുന്നിൽ നാണം കണ്ടേ വരൂല. അങ്ങനെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ചെന്നു. മുറിയിൽ ചെന്ന് ഇനിയിപ്പോൾ
അലമാരയുടെ കീ എവിടെയാ വെക്കുന്നത് ശ്രുതിക്ക് നന്നായിട്ട് അറിയുന്നു. ശ്രുതി കീയൊക്കെ എടുത്ത് അലമാര തുറക്കണം. തുറന്നു കഴിഞ്ഞപ്പം അതുപോലെ തന്നെ ആ കവറിനകത്ത് രവീന്ദ്രനെ കിട്ടിയ അതുപോലെ തന്നെ ആ പൈസ അവിടെ രണ്ടുമതി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് അതെടുത്ത് ബാഗിനകത്തേക്ക് വെച്ചു. പിന്നീട് അങ്ങ് ഇറങ്ങി പോവാണ്. അപ്പോഴാണ് ശ്രുതിക്ക് ശ്വാസം നേരെ വീണേ. അങ്ങനെ പൈസ റെഡിയായി. ഇനിയിപ്പോൾ ആ കാഴ്ച ഒരു ടെൻഷൻ വേണ്ടല്ലോ, പോയി പ്ലെയിൻ ടിക്കറ്റ് എത്രയും പെട്ടെന്ന് എടുക്കാം എന്നോർത്തും കൂടെ ഇറങ്ങി പോവാണ്. ഈ സമയം രേവതിയും ശ്രീകാന്തും കൂടെ ഡബിൾ സ്റ്റുഡിയോയിലേക്ക് വരുവാണ്. അവിടെ മുമ്പിൽ എത്തിയപ്പോൾ തന്നെ ശ്രീകാന്ത് പറഞ്ഞു, അതെ എടുത്തി പൊക്കോ, ഞാൻ വരുന്നില്ല എന്ന് പറയണം. ഇതെന്താ ശ്രീ ഇങ്ങനെ, ഇവിടെ വരെ വന്നിട്ട് നീ അകത്തൊന്ന് കേറിയിട്ട് പോ, വർഷനെ ഒന്ന് കണ്ടുപോകാൻ പറയണം. വേണ്ട, അതെ എനിക്ക് സമയമില്ല എന്ന് പറയണം. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്നും വന്ന് തല കാണിച്ചിട്ട് പോ, ഒന്നും അല്ലല്ലോ നിന്റെ ഫ്രണ്ടല്ലേ, നമ്മുടെ സച്ചേനെ രക്ഷിച്ചല്ലേ അവള്, വരാൻ പറയാണ്. ശ്രീകാന്തിന് പിന്നെ വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. പിന്നീട് അകത്തേക്ക് കയറി ചെല്ലുക. ഈ സമയം ഡബ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു പക്ഷെ. അങ്ങനെ ഡബ് ചെയ്ത് തീർത്ത് കഴിഞ്ഞിട്ട് എഞ്ചിനീയറിന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, അതെ കഴിഞ്ഞ പ്രാവശ്യം ഡബ് ചെയ്ത് ആ പെങ്കുച്ച് ഇന്നും വന്നിട്ടില്ല, ശനിയിപ്പോൾ എന്ത് ചെയ്യും, ഒരു കാര്യം ചെയ്യാവോ, വർഷയ്ക്ക് അതൊന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുക. ഇത് കേട്ടതും വർഷ പറഞ്ഞു, അത് ഞാൻ ചെയ്താൽ ശരിയാകത്തില്ല. അതെ അന്ന് വന്നിട്ട് രേവതി ചേച്ചി ഇന്ന് വന്നിട്ടുണ്ട്, ഞാൻ ചേച്ചിയോട് ചോദിച്ചു നോക്കാം, ചേച്ചി മിക്കവാറും അന്നത്തെപ്പോൾ തന്നെ ഇന്ന് ചെയ്തു തരുമായിരിക്കും എന്ന് പറയാം. ഇത് കേട്ടോ അയാൾ പറഞ്ഞു, എന്നാൽ ശരി കുഴപ്പമില്ല, ഒന്ന് ചോദിച്ചു നോക്കാൻ പറയണം. അങ്ങനെ വർഷ പുറത്തേക്ക് ഇറങ്ങി വന്നു. പുറത്തേക്ക് ഇറങ്ങി വന്നപ്പം ശ്രീകാന്തും രേവതിയും കൂടെ അകത്തേക്ക് അങ്ങോട്ട് കയറി വന്നു. രേവതിയെ കണ്ട് ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ് വർഷ. എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പിന്നീട് ശ്രീകാന്തിനെ ഒന്ന് നോക്കുക. ശ്രീകാന്താണ് ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുക. ഇവിടെ വിളിച്ചിട്ട് ഫോണും എടുത്തിട്ടില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് രേവതി പറഞ്ഞു, അതെ ഫുഡ് കഴിക്കട്ടോ, ഇത്ര സമയമായിട്ട് വിശന്നിരിക്കുമല്ലായിരുന്നോ, അതെ ഞാൻ വർഷയ്ക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്നു പറയണം. പിന്നീട് ചിക്കൻ കറിയുടെ പാത്രമൊക്കെ അങ്ങോട്ട് തുറന്നു കൊടുക്കുക. ഇത് കഴിക്കാനും പറഞ്ഞ് അവിടെ പിടിച്ചിരുത്തി. ഈ സമയം രേവതി ചോദിച്ചു, അല്ല ചേച്ചി കഴിച്ചെന്ന് നിൽക്കും. ഞാൻ കഴിച്ചെന്ന് പറയണം. ഈ സമയം ശ്രീകാന്ത് അവിടെ നിൽക്കുന്നുണ്ട്. ബാ ശ്രീ വന്ന് കഴിക്കാൻ പറയണം. വേണ്ട എനിക്ക് വേണ്ടാന്ന് പറയണം. ഈ സമയം രേവതി പറഞ്ഞു, വർഷ കഴിച്ചോളാൻ പറയണം. പെട്ടെന്നാണ് വർഷ ആ കാര്യം ഓർത്തെ, അയ്യോ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയായിരുന്നു. അന്ന് രേവതി ചേച്ചി ഡബ് ചെയ്തില്ലേ ഒരു സീരിയലിന് വേണ്ടിയിട്ട്, ഇന്നും അതുപോലെ ഇന്ന് ഡബ് ചെയ്യാവോ, ഒരു കുറച്ച് കാര്യം മാത്രമുള്ളെന്ന് പറയാം. ഇത് കേട്ടും രേവതി, ഞാനോ, അയ്യോ അന്ന് തന്നെ എത്രമാത്രം ടെൻഷൻ അടിച്ചാൽ ഞാൻ ഡബ് ചെയ്താന്നറിയാവോ, ഇതേ അന്ന് ചെയ്ത പോലെ ഞാൻ കേട്ടിട്ട് പോലും ഇല്ല, അല്ല അത് വന്നായിരുന്നെന്ന് ചോദിക്കും. അതൊക്കെ എപ്പോഴേ വന്നു. അതെ ചേച്ചിയുടെ വോയിസ് നല്ല വോയിസാ, ചേച്ചി ഒന്ന് ഡബ് ചെയ്യാൻ പറയണം. എനിക്ക് വയ്യ. പെട്ടെന്ന് ശ്രീകാന്തിനോട് പറഞ്ഞു, ശ്രീകാന്തെ നീയും കൂടെ ഒന്ന് പറയാൻ പറയണം. ശ്രീകാന്ത് പറഞ്ഞു, രേവതി ചേച്ചി ചെന്നൊന്ന് ചെയ്യാൻ പറയണം. അങ്ങനെ രേവതി മനസ്സോടെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് എഴുന്നേറ്റു. അല്ല ശ്രീകാന്ത് എങ്ങോട്ടാ പോന്നെ, ഞാൻ എടുത്തിലൂടെ അകത്തേക്ക് പോവാന്ന് പറയണം. വർഷയ്ക്കാണ് ആകെപ്പാടെ ഇച്ചിരി സമയം കിട്ടുണ്ടായിരുന്നുള്ളൂ ശ്രീകാന്ത് തനിച്ച് സംസാരിക്കാനായിട്ട്. അപ്പൊ ശ്രീകാന്ത് അകത്തേക്കും കയറിപ്പോയി. വർഷയ്ക്ക് ആകെപ്പാടെ ടെൻഷൻ പോയി. അങ്ങനെ അകത്ത് കയറി ചെന്നപ്പോൾ രേവതിയോട് ഡബിൾ സ്റ്റുഡിയോയിലെ എഞ്ചിനീയർ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്, എങ്ങനെ പറയണം, എങ്ങനെ ഡയലോഗ് പറയണം എന്നൊക്കെ. അങ്ങനെ രേവതി ഡബ് ചെയ്യേണ്ട അങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോൾ വർഷം നേരെ ശ്രീകാന്തിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ശ്രീകാന്തിനോട് പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങി വരാൻ പറയണം. ശ്രീകാന്തിന് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. ശ്രീകാന്ത് പുറത്തേക്ക് ഇറങ്ങി വന്നു. ആ സമയം ആകെപ്പാടെ സമനില തെറ്റിയ പോലെ വർഷം നിൽക്കുക. വർഷ ചോദിച്ചു, അല്ല ശ്രീകാന്ത് എന്നെ കുറിച്ച് എന്താ വിചാരിച്ചിരിക്കുന്നത്, എന്താ വർഷേ, ഞാൻ എന്താ വേറൊരു കോമാളി എന്ന് വിചാരിച്ചോ, എന്നോട് എന്തോ ആകാന്ന് വിചാരിച്ചോ, ഞാൻ എത്ര വട്ടം ഫോൺ ചെയ്തു, ഫോൺ വിളിച്ചിട്ടൊന്ന് എടുക്കാം, അതിന്റെ മര്യാദ പോലും ഇല്ലെന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയണ്ട, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെ വെറുതെ ഇട്ട് കുരങ്ങ് കളിപ്പിക്കാനാണെങ്കിൽ ഇത് ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്തേക്കാം, ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ല എന്നങ്ങ് പറഞ്ഞാൽ പോരെ, അതിനെന്നെ ഇങ്ങനെ വട്ട് കളിപ്പിക്കേണ്ട കാര്യമുണ്ടോ. ഒരു തവണ ഫോൺ എടുത്തിട്ട് അതെ നീ വിളിക്കുന്ന എനിക്ക് ഇഷ്ടമില്ല എന്നങ്ങ് പറഞ്ഞാൽ പിന്നെ ഞാൻ നിന്നെ കോള് വിളിക്കുമോ, ഒരിക്കലും വിളിക്കില്ല. അതിനു വേണ്ടി ഞാൻ എത്രമാത്രം നിന്റെ പുറകെ നടക്കണം, എത്ര തവണ നിന്നെ കോള് വിളിച്ചു, ഒരു തവണ പോലും കോള് പോലും എടുത്തിട്ടില്ല, ഇതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ നിന്നോട് ചെയ്തേ എന്ന് ചോദിച്ചിട്ട് വർഷം അങ്ങോട്ട് കുറെ കാര്യങ്ങളങ്ങ് പറയാണ്. അവസാനം വർഷയ്ക്ക് സങ്കടം ദേഷ്യമെല്ലാം വന്നു. പിന്നീട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇങ്ങനെയാണെങ്കിൽ നിനക്ക് ഫ്രണ്ട്ഷിപ്പിനോട് താല്പര്യമില്ലേ, വേണ്ട, നിനക്ക് എന്നെ ഇഷ്ടമാണോ അല്ലയോ, ഇപ്പൊ എനിക്ക് അറിയണമെന്ന് പറയാം. ഇത് കേട്ടത് ശ്രീകാന്ത് ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു, ഇഷ്ടമാ, എനിക്ക് നിന്നെ ഇഷ്ടമാന്ന് പറയണം. ഇത് കേട്ടതും വർഷ ഒരു നിമിഷം ഞെട്ടിപ്പോയി. വർഷ പ്രതീക്ഷയില്ല ഇത്ര പെട്ടെന്ന് ശ്രീകാന്ത് ഇങ്ങനെ പറയുമെന്നുള്ള കാര്യം. പെട്ടെന്ന് വർഷ ശ്രീകാന്തിനെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കണം. ശ്രീകാന്ത് പറഞ്ഞു, അയ്യോ വിട് അല്ലെങ്കിൽ കാണും, ഇത് സ്റ്റുഡിയോ ആണ്, അത് മാത്രല്ലേ എടുത്തേക്കാൻ ഇപ്പൊ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ കാണട്ടെ, എല്ലാരും കാണട്ടെ എന്ന് പറയണം. ശ്രീകാന്ത് പറഞ്ഞു വിടാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് മാറ്റുവാണ് വർഷനെ. അതെ എനിക്ക് ആദ്യമേ കണ്ടപ്പോൾ തന്നെ നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, കുറെ കാലമായിട്ട് ആലോചിച്ചെടുത്ത തീരുമാനം അത്, പക്ഷെ എങ്ങനെയായി തീരുമെന്ന് എനിക്കറിയത്തില്ല, എന്റെ മനസ്സിലെ ഇഷ്ടം ഇനി എനിക്ക് അടക്കി വെക്കാൻ പറ്റില്ല, എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് വർഷേ, ആദ്യമായി കണ്ടതു മുതല് നിന്റെ സ്വഭാവം എല്ലാം എനിക്ക് ഇഷ്ടമാണെന്ന് പറയണം. ഇത്
കേട്ട് കഴിഞ്ഞപ്പോൾ വർഷയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം അവിടെ കിടന്ന് തുള്ളി ചാടണമെന്ന് തോന്നുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് നാളെ കാണാൻ പോകുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരം വരാട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.